ഹലോ ഗായ്സ്, അപ്പം നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗായ്സ്. നമുക്ക് ബാഗ് ഇട്ട് പെട്ടെന്ന് പോയേക്കാം, ബിക്കോസ് നമ്മുടെ ഡ്രൈവർ അവിടെ വെയിറ്റിംഗ് ഉണ്ട് ഗായ്സ്. ബൈ. അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണ്, അതൊരു ചേച്ചിയും ബാക്കിയുള്ള എൻ്റെ റൂംമേറ്റ്സൊക്കെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് പോകണം എന്നൊരു ആഗ്രഹത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാം. ഇത് അതിന് ചേച്ചി കേട്ടോ എൻ്റെ പെട്ടി എടുക്കാൻ വേണ്ടി വന്നു. ബൈ. അങ്ങനെ എല്ലാ സെക്യൂരിറ്റി ചെക്കിനും പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത സമയത്തും എനിക്കിവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് പോയ വഴിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര കമ്പനിയായിരുന്നു ഈ നിൽക്കുന്ന 2 പേര്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്ത് ഗൈസ്. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു വിറയലുണ്ടല്ലോ ഗൈസ്, അതാണിത്. ഈ വ്യൂ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്കായിട്ട് ആദ്യം പോകുന്ന ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് ഗൈസ്. ലാൻഡ് ചെയ്ത വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും ഉറങ്ങിയിട്ട് എണീറ്റ് പെട്ടെന്നൊരു വരലായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നീലിമംഗലം പാലത്തിൽ കൂടിയാണ് ഗൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാളര വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ. വാളര വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഗൈസ്. വെയിൽ കാരണം എല്ലാം വറ്റി വരണ്ട് നിൽക്കുക. എന്നാലും അവിടെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ വണ്ടി നിർത്തി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനും അമലൂട്ടനുമാണ് കേട്ടോ. അപ്പോൾ അമലൂട്ടനാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. നമ്മളെല്ലാവരെയും സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് ഭയങ്കര വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മളുള്ളത് അടിമാലിയിലാണ് കേട്ടോ. അടിമാലിയിൽ നിന്ന് നമുക്ക് 1 മണിക്കൂറോ എന്തോ മറ്റേ ഉള്ളൂ നമുക്ക് വീട്ടിലോട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വിശന്ന് ഗൈസ്. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പക്ഷേ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. കഴിക്കാൻ പറ്റിയിട്ടില്ല അത്. മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. മലൂട്ടൻ ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ചോ. നമുക്ക് ആദ്യം സർപ്രൈസ് ആക്കാൻ കിട്ടിയത് അമലൂട്ടൻ്റെ അച്ഛനെയാണ് കേട്ടോ. മോഹൻ ചേട്ടനെയാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പം നമുക്ക് റെസ്പോൺസ് നോക്കാം ഗൈസ്. ഇപ്പൊ വന്നേ ഉള്ളൂ. എവിടെ പോവാ? ഞാനൊരു കള്ളം തന്നെ. എല്ലാരും ഞങ്ങൾ എവിടുന്നാ ഹെൽത്തിന്നാ. അങ്ങനെ നമ്മൾ കുഞ്ഞാവിനെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ നിൽക്കുന്ന റിസോർട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. അവനെ നമ്മൾ വിളിച്ചിട്ടോ. അവൻ വരുന്നതാണ് കാണുന്നത്, നടന്നു വരുന്നുണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ കയ്യിൽ ഫോൺ കണ്ടുകൊണ്ട് പുള്ളി എന്നെ നോക്കാതെ അപ്പുറത്തെ സൈഡിലോട്ട് പോവാ ഗൈസ്. അവനെന്നെ മനസ്സിലായിട്ട്. പെട്ടിയൊക്കെ എടുത്തോളൂ കുഞ്ഞാവേ, പെട്ടെന്ന് ചെക്കിൻ ചെയ്യുക പെട്ടെന്ന്.
അവ ഒട്ടും നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. നമ്മളങ്ങനെ കുഞ്ഞാവിനെ പറ്റിച്ചിരിക്കുകയാണ്. കുഞ്ഞാവ് വിചാരിച്ചത് അവൻ ചെക്കിൻ ചെയ്യാൻ വന്ന മാസ്ക് ഇട്ട് പൈസ ഇല്ലാത്ത എനിക്ക് വിചാരിച്ചു. അവൻ 1 മിനിറ്റ് നിന്നു. അടുത്തത് മെയിൻ മാളുവിനെ പറ്റിക്കാൻ അടി എനിക്കിട്ട് അരിയും കിട്ടുന്നത് ഈ കൂട്ട് നിൽക്കുന്നതിന് അല്ലെങ്കിൽ അങ്ങനെയാ. മാള് ഇപ്പൊ പറയും എല്ലാവരും ഒന്നിച്ചു, അച്ഛൻ ഒന്നിച്ചു, അവനൊന്നിച്ചു, അവനിപ്പോ കള്ളത്തരം കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മാള് അവസാനം പറയും എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു, എനിക്ക് മാത്രം ഒന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറ്റിക്കാൻ പോകുന്നത് മാളുവിനെ ആട്ടോ. നമുക്ക് കടയിലോട്ട് പോവാം. പാവം മുടി സ്ട്രൈറ്റ് ചെയ്യാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മീഡിയം ഹെയർ എന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ എൻ്റെ ഇച്ചിരി ലെങ്തി ഹെയർ. നമ്മളങ്ങനെ ബൈസൺ വാലി സിറ്റി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇച്ചിരി കൂടെ ഉള്ളൂ കേട്ടോ, ഒരു വളവ് 2 കയറ്റവും കഴിഞ്ഞാൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിറ്റിയാണ് കേട്ടോ. അപ്പോൾ കുറേ ചെടിയുള്ളൊരു വീട് ഗൈസ്. ഈ വീടിൻ്റെ ഉടമ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ഡിസ്റ്റൻസും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇറങ്ങി പോകാം ഗൈസ്. പോയി പറ്റിച്ചിട്ട് വരാം. ഇതാണ് എടി നീ എങ്ങനെ ഇവിടെ? അങ്ങനെ നമ്മൾ വിജയകരമായി മാൾക്കുട്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കേസ്. ഇനി അമ്മയുടെ അടുത്താണ്. അതിപ്പോ പണി കിട്ടും. അമ്മ ഒന്ന് പറഞ്ഞു അമ്മ എടുത്തിട്ട് പോവാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്നല്ലോ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ടി വരും. അമ്മ എന്തായാലും ഒരു റോഡിന്റെ വരികത്തിരിപ്പുണ്ട്, നമുക്ക് പോയി സംസാരിക്കാം. ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയെ പറ്റിക്കണം. ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. എന്നെ കണ്ട് പകച്ച് നിൽക്കുക. അമ്മക്ക് ആരോട് പറയണം, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ നിൽക്കുക. 1 മിനിറ്റ് അന്താളിച്ച് നിൽക്കുകയാണ് ഗൈസ്. അമ്മക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമ്മ ആദ്യം കരയും ഗൈസ്. അമ്മ കരഞ്ഞു, ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ്. പിന്നെ സമാധാനിപ്പിച്ച് ഞാൻ പേടിച്ച് ഗൈസ്. ഇനിയിപ്പം വിഷമിച്ചേ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു സാധനമായി. അതുപോലൊരു സർപ്രൈസ് ആണല്ലോ കൊടുത്തത്. എല്ലാവരും പേടിച്ച് ഗൈസ്. പക്ഷെ അവസാനം എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നതാണ് കേട്ടോ. നീ എന്റെ ഇതെല്ലാം പ്ലാനിങ് ഒക്കെ തകർക്കാൻ തുടങ്ങി. നീ ഇങ്ങനെ ചോദിക്കോ വിളിക്കോ എന്തോ ഒരു കള്ളത്തരം എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇത് ദീപ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയും എന്നെ കണ്ട് ഞെട്ടി ഗൈസ്. ഇപ്പം നമ്മൾ പോകുന്നത് അച്ഛനെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറൊരു യൂട്യൂബർ ഇരിപ്പുണ്ട്. ഹായ്, എൻ്റെ ചാനൽ നൈസായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യ സ്റ്റെപ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അച്ഛൻ എന്നെ കണ്ടിട്ട് എപ്പോൾ വന്നു, എങ്ങനെ വന്നു, അതൊക്കെ അറിയാനായിരുന്നു ഗൈസ് ആകാംക്ഷ. സർപ്രൈസ്ഡ് ആയോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർപ്രൈസിങ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.